ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് അമ്മ മത്സരത്തിന് വേണ്ടി കുറച്ച് കൈച്ചേൻ ഉണ്ടാക്കണം ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. അതെന്തൊക്കെയാണ് നിങ്ങളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരും. ഇങ്ങനത്തെ ഒരു പ്ലെയറാണ് ആദ്യം വാങ്ങിയത്. ഇത് നമ്മുടെ കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് കൊളത്തുകളും ലോക്കറ്റ്സും അല്ല ബട്ടർഫ്ലൈയുടെ ഒക്കെ ലോക്കറ്റ്സാണ്. പിന്നെ 2 വലിയ സൂചികൾ, ഒരെണ്ണം ഇങ്ങനത്തെ ഒരളവിലും പിന്നെ ഒരെണ്ണം നോർമൽ സൂചിയുടെ അളവിലും ഉള്ളതാണ്. നമുക്ക് അടുത്ത കളി തുറക്കാം. അടുത്ത കളി തുറക്കണമെങ്കിൽ ഈ കളി നമുക്ക് കളിക്കാം. എന്നിട്ട് അടുത്ത കളി നമുക്ക് തുറക്കാം. ഇനി നമുക്ക് അടുത്ത കളി തുറന്നിട്ട് ഇതിലുള്ളത് B700ൻ്റെ ഗ്ലൂ ആണ്. നമ്മുടെ ഇയറിങ്സ് ഒക്കെ ഒട്ടിക്കണ ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ഒട്ടിക്കാനായിട്ടുള്ള B700ൻ്റെ ഒരു കുഞ്ഞ് ഗ്ലൂ ഉണ്ട്. പിന്നെ നമ്മുടെ മാല ഉണ്ടാക്കണ ഇങ്ങനത്തെ ഒരു റോൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ എന്താ പിങ്ക് മുത്തുണ്ട്, യെല്ലോ മുത്തുണ്ട്, നല്ല ഗ്ലിറ്ററിയാണ്. പിന്നെ ഇങ്ങനത്തെ ഓറഞ്ച് കളറ് മുത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ. ഇനി നമുക്ക് അടുത്ത കളി തുറക്കാം. ഇതിലുള്ളത് നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഇങ്ങനത്തെ സ്മാൾ ബീഡ്സ് ആണ്. നല്ല രസമില്ല, നമ്മുടെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തുറന്നെടുക്കണ പോലത്തെ നല്ല ഭംഗിയുള്ള. ഇത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇങ്ങനത്തെ മുത്തുകളാണ്. ഇതിനൊക്കെ 45 രൂപയാണ്. ഈ ഒരു ബീഡിൻ്റെ പ്രൈസ് എനിക്ക് അറിയില്ല, അമ്മയാണ് വാങ്ങിയത്. ഇതും 45 രൂപയുടെ തന്നെ. അത് ഓറഞ്ച് കളറോ പോലത്തെ ഒരു കളറുള്ള വേറൊരു തരം ബീഡ്സാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു തരം ബീഡ്സ് ഉണ്ട്. എനിക്കിതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബീഡാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് കത്രികയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു വലിയൊരു സെറ്റ് ഉണ്ട് കൈച്ചേൻ്റെ. ഈ സെറ്റിൽ നമ്മുടെ ക്രിസ്റ്റൽ ടാക്കിൻ്റെ നൂലുകളുണ്ട്, 2 എണ്ണം ഉണ്ട്. പിന്നെ ഈ കമ്മൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഇങ്ങനത്തെ മുത്തുകൾ. അതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? നിങ്ങൾ കഴിച്ച് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഇങ്ങനത്തെ 3 ക്യൂട്ടായിട്ടുള്ള ഡോൾസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ബൈ.